നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില ചലഞ്ചസ് ഫേസ് ചെയ്യാറുണ്ട്. അതിൽ ചിലതാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് പലപ്പോഴും ക്വാളിറ്റിയുള്ള ലീഡ്സ് ലഭിക്കാറില്ല. ക്വാളിറ്റി ഉള്ള ലീഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പലപ്പോഴും അവരെ കോൺടാക്ട് ചെയ്താൽ റെസ്പോണ്ട് ചെയ്യാറില്ല. അവിടെ ഒരു സെയിൽസോ കൺവർഷനോ നടക്കാറില്ല. ഇതൊക്കെയാണ് ക്വാളിറ്റിയുള്ള ലീഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പലപ്പോഴും നമ്മൾ നേരിടുന്ന ചലഞ്ചാണ്. മാത്രമല്ല, നമുക്ക് പരിമിതമായ ബജറ്റിൽ നിന്നുകൊണ്ട് മാക്സിമം ലീഡ്സ് എടുക്കുകയും വേണം. അതൊരു കൺവേർഷനിലേക്ക് കൊണ്ടുവരികയും വേണം. അപ്പോൾ എങ്ങനെയാണ് ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ റൺ ചെയ്യുന്നതെന്നും ക്വാളിറ്റിയുള്ള ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും വിശദീകരിക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമുക്ക് നേരെ ഒരു ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഫേസ്ബുക്കിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമുള്ള ഒരു ക്യാമ്പയിനാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. തുടക്ക സമയത്ത് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ക്യാമ്പയിൻ ഒരു പേര് നൽകുക. ഇവിടെ രണ്ട് തരത്തിൽ നമുക്ക് ബജറ്റ് സെറ്റ് ചെയ്യാം. ഒരു ക്യാമ്പയിന് മൊത്തത്തിൽ ഇങ്ങനെ അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ ബജറ്റ് സെറ്റ് ചെയ്യാം. മൊത്തത്തിൽ നമുക്ക് 2000 രൂപ കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ഓഫ് ചെയ്തുകൊണ്ട് ഓരോ ആഡ് സെറ്റിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ബജറ്റ് കൊടുക്കാൻ കഴിയും. ഓരോ ആഡ് സെറ്റിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ബജറ്റ് കൊടുക്കാൻ കഴിയും. ഇങ്ങനെ 800 രൂപ കൊടുത്തു. അടുത്ത ആഡ് സെറ്റിനും സെപ്പറേറ്റ് കൊടുക്കാം. തുടക്കഘട്ടത്തിൽ ടെസ്റ്റ് ചെയ്യാൻ ഉള്ളത് കൊണ്ട് ഞാനിവിടെ അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ ബജറ്റ് ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഞാൻ A/B ടെസ്റ്റ് കൊടുക്കുകയാണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള ആഡുകളിൽ മികച്ചത് കണ്ടെത്താനായിട്ട് A/B ടെസ്റ്റ് കൊടുക്കുകയാണ്. ഈ ക്യാമ്പയിനകത്ത് ഒരു ആഡ് സെറ്റ് മാത്രമായിരിക്കില്ല ഉണ്ടാകുന്നത്, ഒന്നിലേറെ ആഡ് സെറ്റുകൾ ഉണ്ടാവും. മിനിമം ഒരു 4 ആഡ് സെറ്റെങ്കിലും റൺ ചെയ്യും. ഓരോ ആഡ് സെറ്റിലും ഒന്നിൽ കൂടുതൽ ആഡുകൾ ഉണ്ടാവും. ഇവിടെ ഞാനൊരു 4 ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. 1, 2, 3, 4 ആഡ് സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. എനിക്ക് ഇൻസ്റ്റന്റ് ഫോമിലേക്കാണ് ലീഡ് ജനറേറ്റ് ചെയ്യേണ്ടത്. ബജറ്റ് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് സെലക്ട് ചെയ്തു. ലൊക്കേഷൻ കൊടുക്കുക. ലൊക്കേഷൻ കൊടുത്തു. ഓഡിയൻസ് സജഷൻ എനിക്ക് 20നും 30നും ഇടയിലുള്ള ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഡെമോഗ്രഫി ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്. ഇന്റീരിയർ ഡിസൈൻ കോഴ്സിന് വേണ്ടിയുള്ള ഒരു ലീഡ് ജനറേഷൻ ക്യാമ്പയിനാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്. അതുപോലെ കോഴ്സ് എന്നുള്ളൊരു ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ ഒരു ക്രിയേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഡെമോ ക്രിയേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്കൊരു പ്രൈമറി ടെക്സ്റ്റ് നൽകേണ്ടതുണ്ട്. പ്രൈമറി ടെക്സ്റ്റ് നൽകാൻ വേണ്ടി ChatGPTയുടെ സഹായത്തോടെ ഉപയോഗിക്കാം. ഞാനൊരു 10 പ്രൈമറി ടെക്സ്റ്റിന് വേണ്ടിയുള്ള പ്രോംപ്റ്റാണ് നൽകിയത്. അതിനുള്ള റിസൾട്ട് എനിക്ക് ഇവിടെ ലഭിച്ചു. ഈ പ്രൈമറി ടെക്സ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ നേരെ ChatGPTയിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തത് നമ്മുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചിട്ട് വേണം ഡെവലപ്പ് ചെയ്യാൻ. ഓരോ ആഡിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ആഡ് കോപ്പീസ് ഇങ്ങനെ ഉപയോഗിക്കുക, ടെസ്റ്റ് ചെയ്യുക, മികച്ചത് കണ്ടിന്യൂ ചെയ്യുക. ഇനി നമുക്ക് ഫോം ക്രിയേഷനിലേക്ക് വരാം. കോൾ ടു ആക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. ഏത് കോൾ ടു ആക്ഷൻ ആണോ അപ്രോപ്രിയേറ്റ് അത് നൽകുക. ലീഡ്സ് ഫോംസിൽ എടുക്കുന്നതുകൊണ്ട് ഒരു ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് മോർ വോളിയം എന്നുള്ളൊരു ഫോം അല്ല, ഹൈ ഇൻറ്റൻ്റ് ആണ്. എനിക്ക് ഇവിടെ നല്ല ക്വാളിറ്റി ലീഡ്സ് ലഭിക്കാൻ, കൈബദ്ധം കൊണ്ടും മറ്റും ലീഡ്സ് ആവാതിരിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ലീഡ്സ് ലഭിക്കാതിരിക്കാൻ വേണ്ടി നമുക്കിവിടെ ഹൈ ഇൻറ്റൻ്റ് എന്നുള്ള ഒരു ഫോം ഉപയോഗിക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. ഒരു ഹെഡ്ലൈൻ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സ് അല്ലേ, ഇവിടെ ഒരു ഡെമോ ഹെഡ്ലൈൻ ആണ് കൊടുക്കുന്നത്. ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഈ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് പേരും ഫോൺ നമ്പറും അല്ലേ. കോൺടാക്ട് ഇൻഫർമേഷനിൽ ഫോൺ നമ്പർ, ഇമെയിലിന്റെ ആവശ്യം അത്രത്തോളം ഇല്ലല്ലോ. ഇനി നമുക്ക് അബദ്ധത്തിൽ ലീഡ്സ് ലഭിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ കൂടെ കൊടുക്കാം. ഇവിടെ ഒരു പ്രൈവസി പോളിസി നൽകുക. വെബ്സൈറ്റിന്റെ പ്രൈവസി പോളിസി ഇവിടെ ഉൾപ്പെടുത്താം. റിവ്യൂ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ആൾക്ക് ഒന്നും കൂടെ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഒരു കോൾ ടു ആക്ഷൻ നൽകാം. വെബ്സൈറ്റിന്റെ ലിങ്ക് വേണമെങ്കിൽ ഇവിടെ നൽകാം. സെറ്റിംഗ്സിലാണ് ഈ ആഡ് ഷെയർ ചെയ്താൽ ഷെയർ ചെയ്ത് ലഭിക്കുന്നവർക്ക് ഇവിടെ ഫോം ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. എന്നാൽ അത് ഓപ്പൺ ആക്കി കൊടുക്കേണ്ടതുണ്ട്. ഷെയർ ചെയ്ത് കിട്ടുന്ന ആൾക്കും ഇവിടെ ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ സെഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മളൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സിംഗിൾ ആഡായിട്ട് റൺ ചെയ്യില്ല, ഒന്നിൽ കൂടുതൽ ആഡുകൾ റൺ ചെയ്യും, ടെസ്റ്റ് ചെയ്യും, മികച്ചത് കണ്ടെത്തും, മികച്ചത് കണ്ടിന്യൂ ചെയ്യും. ക്വാളിറ്റിയുള്ള ലീഡ്സ് ലഭിക്കാൻ വേണ്ടി ഹൈ ഇൻറ്റൻറ്റ് ഫോമാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ഷെയർ ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഫോം ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഓപ്പൺ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമുക്ക് ക്വാളിറ്റിയുള്ള ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാ ഫോമിലും ഒരു ഓഫർ തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ഓഫറുകൾ മാറ്റി ഉപയോഗിക്കുക. ചിലപ്പോൾ ഏതാണ് വർക്ക് ആവുന്നത്, വർക്കൗട്ട് ആകാത്തത് ഏതാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഓഫറുകളും മാറ്റി ഉപയോഗിക്കുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.